Hi friends, welcome back. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി കോഫി ആയിട്ടുള്ള ഡൽഗോണ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാപ്പുച്ചിനോന്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ ഒരു കോഫിയും, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കോഫി ക്രീം തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൂ കോഫിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് നമ്മൾ കോഫി പൗഡർ അളന്നെടുത്ത ആ ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വെള്ളം അളന്നെടുത്തത്, സെയിം അളവാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആ ഒരു കളറ് വന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളെടുത്ത് ഇതുപോലെയുള്ള വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള കോഫി കിട്ടും. അപ്പോൾ സ്പൂണും വിസ്കൊക്കെ വെച്ചിട്ടും ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ക്രീമി ആയിട്ടുള്ള കോഫി തന്നെ കിട്ടും. പക്ഷേ കൂടുതൽ സമയം വെച്ചിട്ട് ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള കോഫി കിട്ടും. അപ്പോൾ നമ്മുടെ കോഫി ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ക്രീമിൽ മാത്രം ഈ ഒരു പാലിലേക്കുള്ള മധുരം ഉണ്ടാവില്ല. ക്രീമിൽ ഈ പാലും ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ നമ്മൾ കുടിക്കുക. അപ്പോൾ നമുക്ക് കയ്പ്പാണ് വരിക. ഇതുപോലെ പഞ്ചസാര പൊടിച്ചത് ആദ്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവില്ല. എന്നിട്ട് നമുക്കിതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ ഇത്രയും ഭാഗം പാലൊഴിച്ചു കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ കോഫി ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഈ ഒരു പാലിൻ്റെ മുകളിൽ ഒന്നങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. പാല് മുകളിൽ നിന്ന് കാണാത്ത വിധത്തിൽ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ചൂടുള്ള പാലിൽ ഈ ഒരു ക്രീം മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ അത് ക്യാപ്പിച്ചിനോ ആയി. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ്. ഒന്ന് നല്ല തണുപ്പും ഒന്ന് നല്ല ചൂടും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.